അലിമു ഖുറൈശിൻ യംലഉ തിബാകൽ അർളി ഇൽമാ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസമാണെന്ന്. മഹാനവറുകൾ 204 വഫാത്തായ മഹാനാണ്. ആ ഖബർ നിലകൊള്ളുന്ന സ്ഥലത്തിന് തുർബത്തു ശാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് മഹാനവറുകളെ ഖബറടക്കിയത്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കീം എന്ന ശിഷ്യൻ സ്വപ്നത്തിൽ കണ്ടു. ചോദിച്ചു, തങ്ങളെ മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു നിങ്ങളോട് എങ്ങനെ പെരുമാറി? മഹാനായ ഇമാം ശാഫിഈ തങ്ങളുടെ സ്വപ്നത്തിലൂടെ പറയുകയാണ്, ഗഫറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് പാപമോചനം നൽകി. വറഹിമനി, അല്ലാഹു എന്നോട് കരുണയുടെ നോട്ടം നോക്കി, കാരുണ്യത്തിന്റെ നോട്ടം നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പാപങ്ങൾ പുറത്തു നൽകി, കാരുണ്യത്തിന്റെ അരുണവർഷങ്ങൾ എനിക്ക് ചൊരിഞ്ഞു നൽകി. യസിഫുനി കമാ തസിഫുൽ അറൂസ്, ഒരു പുതുമാപ്പിളയെ മണിയറയിലേക്ക് ആനയിക്കുന്നത് പോലെ അല്ലാഹു എന്നെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. മഹാനായ അബ്ദുൽ ഹക്കീം തങ്ങള്, മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കീം തങ്ങള് ചോദിച്ചു, മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കീം തങ്ങൾ ചോദിച്ചു, ഓ ഇമാം അവറുകളെ, അല്ലാഹു നിങ്ങൾക്ക് ഈ ഉന്നതമായ പദവികളൊക്കെ നൽകിയത് എന്തിന്റെ മഹത്വം കൊണ്ടാണ്? ഇൽമിന്റെ പോരിശ കൊണ്ടാണോ? ശിഷ്യന്മാരുടെ ആധിക്യം കൊണ്ടാണോ? മദ്ഹബിന്റെ ഗുണം കൊണ്ടാണോ അല്ലാഹു നിങ്ങൾക്ക് ഉന്നതമായ പദവി നൽകിയത്? മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, എനിക്ക് അർ-റിസാല എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ലോകത്ത് ആരും ഇതുപോലെ നിർവഹിക്കാത്ത അർ-റിസാല എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പ്രത്യേകമായൊരു സ്വലാത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്ത് ഇതുവരെയും അതുപോലൊരു സ്വലാത്ത് ആരും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയുള്ള വരിഷ്ഠമായൊരു സ്വലാത്ത് ഞാൻ അർ-റിസാല എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ റിസാല എന്ന ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കുല്ലമാ ദകറഹു ദാകിറൂൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കുല്ലമാ ഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്നുള്ള സ്വലാത്താണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. അതുപോലൊരു സ്വലാത്ത് ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാനാണ് ആ സ്വലാത്ത് നിർമ്മിച്ചത്. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പാപമോചനം നൽകിയത്, എനിക്ക് സ്വർഗപ്രവേശനം നൽകിയത്, ഇത്രയും ഉന്നതമായ പദവികളൊക്കെ നൽകിയത്.